ഹലോ നമസ്കാരം. താരാസ് വണ്ടർ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് കോവയ്ക്ക് വെച്ചിട്ടൊരു സ്പെഷ്യൽ കറി തോരൻ വെച്ച് നോക്കിയാലോ. അപ്പോൾ നമ്മൾ എല്ലായ്പ്പോഴും ഉണ്ടാക്കണ പോലെ ഉണ്ടാക്കണതിൽ നിന്നൊരു വ്യത്യസ്തമായിട്ട് നമുക്ക് രണ്ട് ഇൻഗ്രീഡിയൻസ് ഞാൻ പുതിയൊരു രണ്ട് ഇൻഗ്രീഡിയൻസാണ് ചേർക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ കോവയ്ക്ക വീട്ടിലുണ്ടായ കോവയ്ക്ക തന്നെയാണ്. അപ്പോൾ ഇത് അധികം മൂക്കാനേക്ക് മുമ്പായിട്ട് എടുത്തരിഞ്ഞെടുക്കണം. മൂത്ത കോവയ്ക്കാകുമ്പോൾ ഇത്തിരി റബ്ബർ പോലെ ആയി പോകും. അപ്പോൾ ഇത് ചെറുതാക്കി ഒരു കോവയ്ക്ക നാലാക്കിയിട്ട് അതിങ്ങനെ ചെറുതാക്കി അരിഞ്ഞെടുത്താൽ മതിയാകും. അല്ലെങ്കിൽ നമുക്ക് ചോപ്പറിൽ വെച്ചിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്താലും മതി. ചോപ്പറിൽ വയ്ക്കുമ്പോൾ അത് കൂടുതൽ കുഴഞ്ഞു പോകും. അപ്പോൾ ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയ്ക്ക് പകരം ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ബട്ടറൊക്കെ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ഇങ്ങനെ പച്ചക്കറിയൊക്കെ പോകുമ്പോൾ കുറച്ച് ചേർക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ബട്ടറോ നെയ്യോ എന്താണെന്ന് വെച്ചാൽ ചേർത്താൽ മതിയാവും. പിന്നെ ഞാനിതിലേക്ക് ചെറിയുള്ളിയും വെളുത്തുള്ളിയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലൊക്കെ ഞാൻ പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില ഒന്നും ചേർക്കണില്ല. പിന്നെ വെളുത്തുള്ളി ഞാൻ കുറച്ചും കൂടി കൂടുതലും കൂടിയും അരിഞ്ഞിടുന്നുണ്ട്. വെളുത്തുള്ളി ചെറിയുള്ളിയും ഈ ബട്ടറിലൊക്കെ ചേരുമ്പോൾ നല്ലൊരു അടിപൊളി ഫ്ലേവറാണ്. അപ്പോൾ ഇത് ചേർത്തിട്ടാണ് കോവയ്ക്ക തോരൻ വയ്ക്കണത്. അപ്പോൾ നമ്മൾ എന്നും വെളിച്ചെണ്ണയിലും ഓയിലൊക്കെ ചെയ്യണത്. ഞാനെപ്പോഴും വെളിച്ചെണ്ണയിലാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അതൊന്ന് മാറ്റി നമുക്ക് ഇങ്ങനെ നെയ്യോ ബട്ടറൊക്കെ ചേർത്ത് ഉണ്ടാക്കുകയാണെങ്കിൽ കോവയ്ക്ക കഴിക്കാത്തവരാരായാലും ഇത് കഴിച്ചു പോകും. അത്രയ്ക്ക് ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ ഇത് ഞാൻ ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാണ് ടേസ്റ്റ് ഉണ്ടാവുമെന്നറിയാൻ. പക്ഷേ അടിപൊളി ടേസ്റ്റായിരുന്നു. അപ്പോൾ നമുക്ക് ഈ കോവയ്ക്കയും കൂടി ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പ് ഞാൻ നേരത്തെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്യാം. കോവയ്ക്ക് നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെറുതാക്കിയോ അല്ലെങ്കിൽ നീളത്തിലരിഞ്ഞോ ഒക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചെറുതാക്കിയാണ് അരിഞ്ഞെടുത്തേക്കണത്. പിന്നെ അതിലേക്ക് നമുക്കൊരു അര ടീസ്പൂണോളം കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർക്കാം. അപ്പോൾ പച്ചമുളകൊന്നും ചേർക്കാത്ത കാരണമാണ് ഞാൻ മുളക് പൊടി ചേർക്കണത്. പിന്നെ നമുക്ക് ഇതിലേക്ക് സാധാരണ ചേറുള്ള പോലെ തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യമുള്ള തേങ്ങ ചേർത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ ബട്ടർ ചേർത്തേക്കണ കാരണം തന്നെ ഇതിന് ആ ബട്ടറിൻ്റെ ഫ്ലേവറിൽ കിടന്നാണ് ഇത് വേകണത്. പിന്നെ നമുക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. പിന്നെ വേണമെങ്കിൽ നമുക്കൊന്ന് വെള്ളം കുറച്ച് കയ്യിലെടുത്തിട്ടൊന്ന് തളിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ അതിങ്ങനെ കയ്യിലെടുത്തൊന്ന് തളിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറുതിയിലിട്ടിട്ട് വേണം ഇത് മൂടി വെച്ച് കുക്ക് ചെയ്യാൻ. അപ്പോഴാണ് ഇത് നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ കോവയ്ക്കൊക്കെ എല്ലാവരും പലതരത്തിലുള്ള വെറൈറ്റി റെസിപ്പീസൊക്കെ വെക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ ഇവിടെ കോവയ്ക്ക വെന്തതിന് ശേഷം പിന്നെ നമുക്ക് വേറൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ടൊമാറ്റോ സോസാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ചെറിയ പുളിപ്പും മധുരവും എല്ലാം കൂടി ഉള്ള കാരണം ഈ കോവയ്ക്കയിൽ ഇത് ചേർന്നിട്ട് നല്ല കുഴമ്പ് രൂപത്തിലാകും. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു ഈ കോവയ്ക്കയ്ക്ക്. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ പിള്ളേർക്കൊക്കെ ആയാലും ഇത് നല്ല ഇഷ്ടമാകും. ഈ സോസൊക്കെ ഒഴിക്കുമ്പോൾ തന്നെ കോവയ്ക്കയുടെ വേറൊരു രുചിയില്ലാത്തൊരു ടേസ്റ്റ് മാറി നല്ല അടിപൊളി ടേസ്റ്റാകും. അപ്പോൾ നമുക്ക് ലഞ്ചിനൊക്കെ സൈഡ് ഡിഷായിട്ട് കൂട്ടാൻ പറ്റിയ നല്ലൊരു അടിപൊളി തോരനാണിത്. അപ്പോൾ കോവയ്ക്കൊക്കെ വീട്ടിലൊക്കെ ഉള്ളവർ വെറുതെ കളയരുത്. അപ്പോൾ എല്ലാവർക്കും നന്ദി.